ഗൈസ്, ഇന്ന് April 27 ആംസ്റ്റർഡാമിൻ്റെ നെതർലൻഡ്സിൻ്റെ കിങ്സ് ഡേ സെലിബ്രേഷൻ ആണ്. മുന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എന്ത് എഫേർട്ട്ലെസ് ആയിട്ട് അത് സംസാരിച്ചിരുന്നു. ഇപ്പം എനിക്ക് ഹലോ, ഇന്ന് April 27 ആംസ്റ്റർഡാമിൻ്റെ നെതർലാൻഡ്സിൻ്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണെന്ന്. ഇന്നാണ് കിങ്സ് ഡേ. കിങ് വില്യം അലക്സാണ്ടറിന്റെ ബർത്ത്ഡേ ആണ്. സോ ഇന്ന് നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്ത ഈ ഓറഞ്ച് ഡ്രസ് ആണ്, ഓറഞ്ച് ഹാറ്റ്സ്, ഓറഞ്ച് ടീഷർട്ട്സ്, ഓറഞ്ച് ഗ്ലാസസ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു വീഡിയോ ഏകദേശം 6 കൊല്ലം മുന്നേയുള്ള നമ്മുടെ ആ ഒരു വീഡിയോൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. ഒപ്പം യുവാപ്പിയുടെ ഫസ്റ്റ് കിങ്സ് ഡേ ആണ്. ഇവിടെ ചെറിയ കിരീടമൊക്കെ കണ്ടോ? ഇവിടെ ഓറഞ്ച് ഡ്രസ്സ് എവിടെ? പ്രതു, ഷോ യുവർ കോസ്റ്റ്യൂം. ഇതാണ് യുവിയുടെ കോസ്റ്റ്യൂം, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എൻ്റെ ആ വീഡിയോ കിങ്സ് ഡേ. ഞാൻ എന്താ പറയുക, വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരിക്കുമല്ലോ വീഡിയോയിൽ നോക്കി സംസാരിക്കുമ്പോൾ. എൻ്റെ അന്നത്തെ ഒരു പേടി ഓവർകം ചെയ്ത് കുറച്ച് ആ ഒരു വൃത്തികെട്ട ആക്സെൻറ്റിലാണ് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുള്ളത്. കാരണം ഇപ്പോഴും എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ചിരിക്കാനും ഒരുപാട് എനിക്ക് നല്ല ഓർമ്മകളൊക്കെ തോന്നുന്നൊരു വീഡിയോ ആണ്. ഇതും അങ്ങനത്തെ ഒരു വീഡിയോ ആവട്ടെ. ഇന്ന് April 27 ഇവിടുത്തെ കിങ്സ് ഡേ ആണ്. ഇവിടുത്തെ കിങ്ങിൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു എൻറ്റയർ കൺട്രി അടിപൊളിയായിട്ട് ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. പല പല സിറ്റികളിലായിട്ട് പല പല ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അധിക കൊല്ലം നമ്മൾ ആംസ്റ്റർഡാമിലാണ് പോവാറ്, അതും രാവിലെ പോവാറുണ്ട്. പക്ഷെ ഇത്തവണ നമ്മൾ ഹാർലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റിയിലാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ്. ഒന്നാമത്തെ റീസൺ, കുറച്ച് സൈലൻ്റ് ആയിരിക്കും അവിടെ എന്ന് വിചാരിക്കുന്നു. യുവിക്ക് വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. യുവിയുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഞാൻ മുഴുവൻ കാണിച്ചു കേട്ടോ, വിഷ്ണുവിൻ്റെ കയ്യിലൊന്ന് കൊടുത്തിട്ട്. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീഷ് പ്രഹസനം. ഇതാണ് വിഷ്ണുവിൻ്റെ കോസ്റ്റ്യൂം. വിഷ്ണു, ഷോ യുവർ കോസ്റ്റ്യൂം. വിഷ്ണു ജാക്കറ്റൊക്കെ എടുത്തിങ്ങനെ കാണിച്ചു തരും. അതായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ. വിഷ്ണു, ഷോ യുവർ കോസ്റ്റ്യൂം. ഹോളണ്ട്. ഇതാണ് പ്രതുവിൻ്റെ കോസ്റ്റ്യൂം. പ്രതുവിനോട് ആരോ പറഞ്ഞു പറ്റിച്ചു ഇത് ഓറഞ്ച് ആണെന്ന്. ഗീതു തോന്നണം. ഗീതു ഇല്ലാട്ടോ ഒന്ന്. ഗീതുവിന് പീരിയഡ്സ് ആയതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം ഗീതു ഒന്ന് വീട്ടിലിരുന്നിക്കുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലൊക്കെ കറങ്ങാൻ വേണ്ടി പോയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഷീ സിക്ക്. കിങ് ആയി കഴിഞ്ഞിട്ട് എങ്ങനെ കാർ സീറ്റിലിരിക്കുകയെന്ന് അല്ലേ? കിങ് ആയിട്ടാണ് കാർ സീറ്റിൽ വെക്കുന്നതെന്ന്. ഇവയ്ക്കൊരു കുഞ്ഞു കിരീടം ഉണ്ട്, പിന്നെ ഒരു ഓറഞ്ച് ജാക്കറ്റ് ഉണ്ട്, ഒരു വൈറ്റ് ടീഷർട്ട് ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഇത് ഞാൻ എൻ്റെ മുഖത്ത് വരച്ച സാധനം ഒന്ന് വരച്ച് പഠിച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് കൈ ഇങ്ങനെ ആയിപ്പോയി. പ്രതുവിൻ്റെ മുഖത്തുണ്ടോ ഫ്ലാഗൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും പ്രതുവിൻ്റെ കാറിലാണ് ഹാർലം പോണത്. ഇന്നലെ വൈകുന്നേരം നമ്മളെല്ലാവരും ആംസ്റ്റർഡാം സെൻട്രൽ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് രാത്രി നമ്മൾ ആംസ്റ്റർഡാം സെൻട്രൽ ഒന്ന് കറങ്ങാൻ വേണ്ടി പോണേ. കിങ്സ് നൈറ്റും ഭയങ്കര അടിപൊളിയായിട്ടൊരു സമയമാണ് കേട്ടോ. എല്ലാവരും പുറത്ത് വന്ന് പാർട്ടി ചെയ്ത് എൻജോയ് ചെയ്ത് ഉള്ള 2 ദിവസമാണ് 26th നൈറ്റും 27ഉം. ശരിക്കും ആംസ്റ്റർഡാം സെൻട്രലിലാണ് ഇതിൻ്റെ മുഴുവൻ ഹാപ്പനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുക. പക്ഷേ ഇത്തവണ നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലിൽ പോകുന്നില്ല. എല്ലാ കൊല്ലം അവിടെയാണ് പോവാറ്. കഴിഞ്ഞ കൊല്ലം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. അതിന് മുന്നത്തെ കൊല്ലം മൽക്കിയും വൈശാഖ് സാറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം അങ്ങനെ ഒരു കുഞ്ഞു വ്ളോഗ്, യുവിയുടെ ഫസ്റ്റ് കിങ്സ് ഡേക്ക് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗ്. പ്രതുവിന്റെ എത്രാമത്തെ കിങ്സ് ഡേ ആണ് ഇവിടെ? ഒരു കിങ്സ് ഡേയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് കമ്പനി ചെയ്ത്. ഓർമ്മയുണ്ടോ? ആ ഒരു കിങ്സ് ഡേയുടെ സമയത്ത് വിഷ്ണുവിന് ആസ് യൂഷ്വൽ എന്തൊക്കെയോ പഠിക്കാനുണ്ടായിരുന്നു. എന്തോ ഇന്റർവ്യൂ ഉള്ള സമയമായിരുന്നു. അതുകൊണ്ട് വിഷ്ണു വീട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ദീപ ചേച്ചി, അമ്മു ചേച്ചി എല്ലാവരും പുറത്ത് വരുന്നുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് രാവിലെ പോകണമായിരുന്നു. അപ്പം ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചു, നമുക്കൊന്ന് ചുമ്മാ കറങ്ങാൻ വേണ്ടി പോയാലോ എന്ന്. രാവിലെ തൊട്ട് വൈകുന്നേരം 7 മണി വരെ നമ്മൾ സെൻട്രലിൽ അടിച്ചു പൊളിച്ചു. എൻ്റെ ഓർമ്മയിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കിങ്സ് ഡേ ആയിരുന്നു അത്. അതിനുശേഷം 1-2 കിങ്സ് ഡേക്ക് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കിങ്സ് ഡേക്ക് അൽക്ക ഉണ്ടായിരുന്നു. അതും നല്ല കിങ്സ് ഡേ ആയിരുന്നു. പക്ഷെ ആ ഒരു കിങ്സ് ഡേ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സമയമായിരുന്നു. ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ഒരു ദിവസവും കൂടെ ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. യുവിക്ക് കുറച്ച് പറയാനുണ്ട്. ശരിയാണ്. ഇവിടെ നമ്മൾ 2 അവസരങ്ങളിലാണ് പൊതുവെ ഇങ്ങനെ കൊടി വീടിന്റെ പുറത്ത് വെക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. ഒന്ന് കിങ്സ് ഡേക്ക്, പിന്നെ 1-2 അവസരങ്ങൾ കണ്ടിട്ടുണ്ട്. ലിബറേഷൻ ഡേയോ? ഇതെവിടെയൊക്കെ കണ്ടോ? പിന്നെ കുട്ടികള് സ്കൂള് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടി വെച്ചിട്ട് അതിന്റെ മുകളിൽ അവര് ബാഗ് ഹാങ് ചെയ്യും. അത് കൊടിയില്ലല്ലോ, ബാഗ് മാത്രമല്ലേ ഉള്ളൂ. അല്ല, കൊടി ഉണ്ടാവാറുണ്ടല്ലോ. ഫ്ലാഗ് പോസ്റ്റില് ബാഗ് അത്രേ ഉള്ളൂ. ഇതിന് കിങ്സ് ഡേ ആവുന്നപ്പോഴത്തേക്ക് ഒരു ഓറഞ്ച്
ഓ ശരി, അതും കൂടെ ഹാങ് ചെയ്യൂരപ്പം. ഞാൻ 2 കണ്ണടയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കണത്. സൈനസിന്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഷോർട്ട്സ് ആയിട്ട് പ്രശ്നമായിട്ട് തോന്നുമല്ല. അതുകൊണ്ട് സ്റ്റൈലിന് വേണ്ട കണ്ണട മുകളിലും നമ്മുടെ കണ്ണട ഇവിടെ ഇരിക്കട്ടെ. അത് മറന്നു. ഞാനത് പറയാൻ വന്നറിയോ, ഇന്ന് നമ്മള് പല ആൾക്കാരും പല വഴിക്ക് പോയിട്ടാണ് കിങ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. രാവിലെ തന്നെ ഷെറീറും അൻഷിഫയും റോസിന്റെ പേരൻസും ഉണ്ട് ഇവിടെ. എല്ലാവരും കൂടെ ചേർന്നിട്ട് ആംസ്റ്റർഡാം സെൻട്രലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു പാർക്കിൽ രാവിലെ ഏകദേശം 9 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ പിള്ളേരുടെ ഒരു സമയമായിട്ടാണ് കിങ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കുറച്ചും കൂടെ കാമായിരിക്കും, കുറച്ചും കൂടെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള രീതിക്ക് ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ഭയങ്കര പാട്ടും കൂത്തും ബഹളും ഒക്കെ ആയിട്ടുള്ള ആഘോഷങ്ങൾ സത്യം പറഞ്ഞാൽ തുടങ്ങുന്നത്. രാവിലെ പിള്ളേരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ 2 കൊല്ലം മുന്നത്തെ ടോയ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അധികം കേട് വരാത്തത്, അതൊക്കെ കുഞ്ഞു പൈസക്ക് അവരിങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഒരു മാറ്റ് വെച്ച് അതിന്റെ മുകളിൽ വെച്ചിരുന്ന് വിൽക്കും. അപ്പോൾ ഒന്ന് ആവശ്യമുള്ള ആൾക്കാർക്ക് അത് പോയി വാങ്ങിക്കാം. 1 യൂറോ 2 യൂറോ മാക്സിമം 5 യൂറോ അത്രയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അവർ ആ പൈസയൊക്കെ എടുത്ത് സേവ് ചെയ്ത് അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർ പിന്നീട് അത് സ്പെൻഡ് ചെയ്യും. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒന്നെങ്കിൽ അവർ എൻകറേജ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ആൾക്കാരൊക്കെ വാങ്ങിക്കും. ഞാൻ ഒരു തവണ രാവിലെ 9 മണിക്ക് പോയിട്ട് ആ സംഗതി കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളെപ്പോഴും ഉച്ചയ്ക്ക് ശേഷമാണ് പോവാറ്. ശിവൊക്കെ അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, അവന്റെ കുറെ പഴയ ടോയ്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. യുവി ഒന്ന് വലുതായി കഴിഞ്ഞിട്ട് വേണം പോവാൻ. പ്രദുവിനെ സെല്ല് ചെയ്യാൻ വെക്കും ഒരു മാച്ചില്. ആവശ്യം കഴിഞ്ഞു എടുത്തോളാൻ. ഗീതുനിയും ഒരല്ലടോ, ഈ പ്രദു ഏതോ സ്ഥലത്ത് അഡ്രസ് ഇട്ടിട്ട് കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഇവര് അറിഞ്ഞിട്ടില്ലെന്ന് ഇവിടെ കോണിങ്സ്ഡാഹ് ആണെന്ന്. കോണിങ്സ്ഡാഹ് എന്നാണ് കിങ്സ് ഡേക്ക് ഡച്ചിൽ പറയുന്നത്. പറയൂ, കോണിങ്സ്ഡാഹ്. നല്ല ഭംഗിയുള്ള ഒരു കാസലാണോ അത്? റോട്ടിലൊരു മനുഷ്യല്ല, നമ്മൾ കുറച്ച് സൈലന്റ് ആയിട്ട് ആഘോഷിക്കാൻ വന്നതാ. വല്ലാത്ത സൈലൻസ് ആയി പോയി. യുവിനോട് ഞാൻ എന്ത് പറയും? ഈ ചേച്ചി ഇറന്നിട്ടുണ്ട് കേട്ടോ. വെറുതെ തെറ്റിദ്ധരിച്ചു. നമ്മളിത് ഹാർലം സെന്റർ തൊട്ട് എത്തിയപ്പോ നല്ല റഷ് ഉണ്ട്. എല്ലാരും കോണിങ്സ്ഡാഹ് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഓറഞ്ച് കളർ കിങ്സ് ഡേക്ക്? വൈ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ആൻസർ ചെയ്യൂ. ഓറഞ്ച് എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് എന്നൊക്കെയാണ് എന്റെ ഓർമ്മ. അങ്ങോട്ട് തള്ളുക. ഇത്തവണ പക്ഷെ റൂൾസ് വായിച്ചപ്പോഴേ കുറെ റൂൾസ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെ കിങ്സ് ഡേയുടെ സമയത്ത് റോഡിന്റെ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൾ ഇട്ടിട്ട് ആൾക്കാര് മറ്റേ എനർജി ഡ്രിങ്ക്സ്, കോള, ബിയർ അതൊക്കെ സെല് ചെയ്യുന്ന കാണാം. ഇത്തവണ എന്താണ് തണുത്ത ബിയർ സെല് ചെയ്യാൻ പാടില്ലാന്നോ? ഇത്തവണ തണുത്ത ബിയർ കൊടുക്കാൻ പാടില്ല. ഒരു സമയത്ത് ഒരാളുടെ കയ്യിൽ ഒരു ഓപ്പൺ ബിയറേ പാടുള്ളൂ. അങ്ങനത്തെ 1-2 കണ്ടീഷൻസ് കണ്ടു. ഇവിടെ ആംസ്റ്റർഡാമിൽ ശരിക്കും പബ്ലിക് ഡ്രിങ്കിങ് ഓക്കെ അല്ല, അത് ബാൻഡാണ്. ഇവിടെ കുറച്ചും കൂടെ ബിയർ എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം ഭയങ്കര കോമൺ ആണല്ലേ. നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ആൾക്കാര് വെള്ളം പണ്ട് മെഡീവൽ ടൈമില് വെള്ളം കണ്ടാമിനേറ്റഡ് ആയിരുന്നു. അപ്പം ബ്രൂ ചെയ്ത് ബിയർ കുടിക്കുന്നതായിരുന്നു അവർക്ക് കുറച്ചുകൂടെ ഈസിയർ. അങ്ങനെയൊക്കെ ഒരു ചരിത്രം ഉണ്ടോ അതില്? അതുകൊണ്ടാണ് ബിയർ ഇവിടെ കൂടുതലായത്. കേമൻ തന്നെ നമ്മൾ ഓരോ റീസൺ കണ്ടുപിടിക്കുമല്ലോ. ഹാർലം എത്തിയപ്പോക്ക് കോണിങ്സ്ഡാഹ് സെലിബ്രേറ്റ് ചെയ്യുമെന്ന് യുവി നല്ല പൂക്കുറ്റി ഉറക്കായിട്ടുണ്ട്. കൂർക്കൊക്കെ വലിക്കാൻ വേണ്ടി തുടങ്ങി. പുറത്തിറങ്ങി കഴിഞ്ഞ് എണീക്കായിരിക്കും. ഏതൊപ്പി? ഓറഞ്ച്. എന്ത് രസാല എല്ലാരും ഇങ്ങനെ ഓറഞ്ച് ഡ്രസ്സിൽ നടക്കുന്നതാണ് ഇഷ്ടപ്പെട്ട എനിക്ക്. ഈ കിങ്സ് ഡേക്ക് പുറത്തു വരുന്ന സന്ദർഭങ്ങളിൽ എനിക്ക് മനസ്സിലാവാറുള്ള ഒരു കാര്യം, ഈ രാജ്യത്ത് ഇത്രയും ആൾക്കാരുണ്ടെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ റോട്ടിൽ നടക്കാൻ പോകുമ്പോ ഒരു 10 മിനിറ്റ് നടന്ന 1-2 ആൾക്കാരെ കണ്ട് ഇതിപ്പോ എന്താ തിരക്ക്? ഇവരൊക്കെ വീട്ടിൽ എന്ത് ചെയ്യാ? ഇറങ്ങിക്കൂടെ ഇറക്കി പുറത്തേക്കൊക്കെ. പിന്നെ ഏറ്റവും തിരക്കുള്ള സ്ഥലം ഞങ്ങളുടെ ജിമ്മെന്ന് ആൾക്കാർക്ക് ഇറങ്ങിയിട്ട് ഒന്നിനും മെഷീനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യൂ നിൽക്കണം. എത്ര നേരം. ഏറ്റവും തിരക്കോടെ ഞാൻ കണ്ടിട്ടുള്ള സ്ഥലം ജിമ്മാണ്. സമയ വ്യത്യാസം ഇല്ലാതെ തിരക്ക്, രാവിലെ വൈകുന്നേരം എപ്പോഴും തിരക്കാ. നല്ല രസമുണ്ടല്ലോ. എനിക്കിഷ്ടപ്പെട്ട ഒരു വൈബ്. നമ്മളങ്ങനെ ഫൈനലി ഒരു പാർക്കിങ്ങിൽ കയറ്റി. ഫ്രൈ ഓറഞ്ച് പട ഇറങ്ങും. എൻ്റെ യുവരാജാവ് ഉറങ്ങിപ്പോയി. കോണിങ്സ്ഡാഹ് കഴിയുമ്പോഴേ എണീക്കുള്ളൂ. കിരീട കൈമാറ്റം. യുവി നല്ല ഉറക്കാണ് കേട്ടോ. നമ്മള് സ്ട്രോളർ ഒന്ന് ചെറുതായിട്ട് കോണിങ്സ്ഡാഹിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. പോവാ. നെതർലൻഡ്സിന്റെ ഇപ്പോഴത്തെ കിങ്ങിന്റെ പേരെന്താ?
വില്യം അലക്സാണ്ടർ എന്നാ തോന്നുന്നു കേട്ടോ, ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം. മുന്നേ ഇവിടെ ക്യൂൻസ് ഡേ ആയിട്ടാ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ ക്യൂൻ കഴിഞ്ഞ് കിങ് ആയപ്പോഴാണ് കിങ്സ് ഡേ ആയത്. പക്ഷെ അധികം നല്ല വെതർ വരുന്ന സമയത്ത് കണ്ട വില്യം അലക്സാണ്ടർ എന്റെ GK ഒക്കെ ഇടയ്ക്ക് കൊണ്ടാ, മനസ്സിലായോ? അധികം ആൾക്കാരും നെതർലൻഡ്സിൽ വരാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നൊരു സമയം ഏപ്രിൽ മെയ് സമയമാണല്ലോ, ട്യൂലിപ്സിൻ്റെ സമയം. അതിൻ്റെ ഒപ്പം തന്നെ April 27 എന്നുള്ളൊരു ഡേ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. ഇത് സത്യം പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളിവിടെ ഉണ്ടാവുന്ന ആ ഒരു വൈബ് എത്രത്തോളം എനിക്ക് ഈ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു അടിപൊളി ദിവസമാണ് നെതർലൻഡ്സിൽ ഉണ്ടാവുന്നത്. ഞാൻ ഉറങ്ങിയപ്പോ ഇങ്ങനെ എഴുതില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ കിങ്സ് ഡേക്ക് ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അധികം നമ്മൾ സെൻട്രലിൽ പോകുന്നതുകൊണ്ട് തന്നെ അധികം പാർട്ടിയും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടുള്ള സെലിബ്രേഷൻ ആയിരുന്നു. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള റൈഡും അങ്ങനത്തെ കുറേ ഗെയിംസും ഒക്കെ ആയിട്ടുള്ള ഒരു കിങ്സ് ഡേ സെലിബ്രേഷൻ ഞാൻ കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, റോഡ് സൈഡിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടേബിൾ വെച്ച് അവർ സോഫ്റ്റ് ഡ്രിങ്ക്സും അതേപോലെ ബിയറും ഒക്കെ സെല്ല് ചെയ്യുന്നു. ഇവിടെ അവർ ബിയറും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം അവിടെ മൊത്തം നടന്നതിന് ശേഷം 1-2 കുഞ്ഞ് ഗെയിംസ് ഒക്കെ നമ്മളും കളിച്ചു കേട്ടോ. എന്താണ് പ്രദൂത്, മണ്ണ് മാന്തുന്നോ? വരില്ല. നമ്മള് ഇതിൽ കയറാൻ വേണ്ടി പോവാട്ടോ. വിഷ്ണുവിന് ഒട്ടും തന്നെ ഇങ്ങനത്തെ മൂവ്മെന്റ്സ് ഒന്നും പറ്റില്ല കേട്ടോ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്താൽ തന്നെ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്ന പോലെ വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഞാനും പ്രദുവും കൂടെയാണ് നമ്മൾ ആ റൈഡിൽ കയറാൻ വേണ്ടി പോണേ. യുബിയും വിഷ്ണുവും കൂടെ ഇവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഉണ്ടായിരുന്ന അങ്ങനെ ഒരു കാര്യം ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. ഒരാൾക്ക് വേണ്ടിയിട്ട് 5 യൂറോണ് വരുന്നുണ്ടായിരുന്നത്. വിഷ്ണുവിന് കയറാൻ പേടിയാണെന്ന് മാത്രമല്ല, എന്നോട് ഇതേ ക്യാമറ എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഹൈറ്റിലൊക്കെ പോകുന്നത് കാണുമ്പോൾ കയ്യിൽ നിന്ന് ഫോൺ സ്ലിപ്പായി പോകുന്നുള്ളതൊക്കെ ഭയങ്കര പേടിയാണ് വിഷ്ണുവിന്. ഇതങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര സാഹസികമായ ഒരു റൈഡൊന്നും ആയിരുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് 5-6 മിനിറ്റുള്ളൊരു കുഞ്ഞു റൈഡായിരുന്നു. പിന്നെ നമ്മൾ യുബീനെ കാർ സീറ്റിൽ നിന്നൊക്കെ എടുത്ത് കുറച്ച് നേരം നമ്മൾ നടന്ന് കാഴ്ചകളൊക്കെ കാണിച്ചു. യുബിക്കാണെങ്കിൽ പൊതുവേ എല്ലാം കാണാൻ കുറച്ച് ഇഷ്ടമുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ. അതുകൊണ്ട് അവൻ എൻജോയ് ചെയ്തിട്ട് എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇവൻ എന്തൊരു ഇഷ്ടമാണ് ഇങ്ങനെ പുതിയ കാര്യങ്ങൾ കാണാൻ. പൊതുവേ പിള്ളേർക്ക് ഇഷ്ടം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവൻ ഭയങ്കര അത്ഭുതത്തിൽ ഇങ്ങനെ ഫുൾ നോക്കി കാണുന്നതാണ്. ഒബ്സർവേഷൻ കുറച്ച് കൂടുതലാണ്. എനിക്കൊക്കെ അങ്ങനെ ഒബ്സർവേഷൻ നല്ലോണം. എന്നൊരു സ്ഥലത്ത് കൊണ്ടുവിട്ടാ ഞാൻ കൃത്യം പറഞ്ഞുതരും അവിടെ എന്തൊക്കെയുള്ളത്. ഇനി ഫുഡിന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സ്ട്രീറ്റിൽ തന്നെ ബർഗറും അതേപോലെ തന്നെ സോസേജസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതാണല്ലോ. അപ്പോൾ വിശപ്പ് മാറ്റാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചു. ശരിക്കും എനിക്ക് ആംസ്റ്റർഡാം സെൻട്രലിൽ പോകുന്നതിനേക്കാളും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തു കേട്ടോ. ഇവിടെ കുറച്ചും കൂടെ സൈലൻ്റ് ആണ്. ഇവിടെ കുറച്ചും കൂടെ ഇങ്ങനത്തെ ഒരു വൈബാണ് കൂടുതൽ. സെൻട്രലിൽ കുറച്ചും കൂടെ പാട്ട്, പാർട്ടി, ഡാൻസ് അങ്ങനത്തെ ഒരു ഫീലാണ്. ഫുഡാണോ? ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇവിടുത്തെ ഒരു ഹോട്ടലിൻ്റെ ടോയ്ലറ്റ് അവർ പബ്ലിക് ടോയ്ലറ്റായിട്ട് ഇന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ക്ലീൻ ചെയ്യാൻ ആൾക്കാരൊന്നുമില്ല. പക്ഷെ എന്തൊരു നീറ്റായിട്ടാണ് ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നറിയോ. ഭയങ്കര അടിപൊളിയാണ്. പ്രദുവും വിഷ്ണു തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവർക്കറിയില്ല ഞാനിവിടെ എത്തിയത്. ആംസ്റ്റർഡാമിനേക്കാളും ഒരുപാട് പീസ്ഫുൾ ആണ് കേട്ടോ ഇവിടെ. കഴിഞ്ഞ തവണ നമ്മൾ പോയ സമയത്ത് ഒരാൾ ബസ് സ്റ്റോപ്പിന്റെ മുകളിൽ നമ്മുടെ വെയിറ്റിംഗ് ഷെഡിന്റെ മുകളിൽ കയറുന്നത് പൊളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ അക്രമങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ രാത്രി ആവുന്നതോറും കുറെ തിരക്കും ആൾക്കാരും ഒക്കെ കൂടി വരുന്നുണ്ട്. പിന്നെ തണുപ്പും. നമ്മൾ അത്യാവശ്യം നടന്നു. യുവി ഞെട്ടിപ്പോയി. പിന്നെ യുവി എന്തുകൊണ്ടാണ് ക്യാമറ കാണുമ്പോൾ ഞെട്ടുന്നത്, കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇതുവരെ കണ്ണ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് അത്ഭുതം കുറച്ച് കൂടുതലാണ്. പിന്നെ ഒരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ കണ്ണാന്നുള്ളതാണ്. കുഴപ്പമാണ്. വിഷ്ണുവിൻ്റെ കുറച്ച് വലിയ മുഖമാവുകൊണ്ടേ ഞാൻ തുറന്നു നോക്കാം. വിഷ്ണുവിൻ്റെ കുറച്ച് വലിയ മുഖമാവുകൊണ്ട് ആ കണ്ണിൻ്റെ വലുപ്പം നിങ്ങൾ കാണാത്തതാണ്. വിഷ്ണുവിന് നല്ല ഉണ്ട കണ്ണാണ്.
അപ്പോൾ അതുകൊണ്ട് അത്ഭുതം ഇങ്ങനെയാവുമ്പോഴുള്ള കൗതുക ലേശം കൂടുതലല്ല കുട്ടിക്ക്, കൗതുകേഷമാണ്. നമ്മളിനി മെല്ലെ വീട്ടിൽ പോവുകയാണ്. ഗീതുവിനെയും പിക്ക് ചെയ്ത് നമുക്ക് ഡിന്നർ ഒന്ന് പുറത്ത് കഴിക്കാമെന്നാണ് വിചാരിക്കണം. ഗീതു ഓക്കെ ആയോ എന്ന് അറിയില്ല. അവിടെ പോയിട്ട് ഗീതുവിൻ്റെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ നമ്മൾ തിരക്കേറിയ ഹാർലത്തിൽ നിന്നും മെല്ലെ വിട പറയുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രദുവിന് ഹാർലത്തെ കിങ്സ് ഡേ സെലിബ്രേഷൻ? നമ്മൾ 2.5 മണിക്കൂറിൽ പരിപാടി അവസാനിപ്പിച്ച് പോകുന്നു കേട്ടോ. യുനോ തള്ള ആൻഡ് തന്ത വൈബ്. ഒരുപാട് നേരം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാർക്കിംഗ് ഒന്നും പറ്റില്ല. കൃത്യം ഒരു 6 മണിയാകുമ്പോൾ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചു 9 മണിക്ക് കിടന്നുറങ്ങണം. തന്ത വൈബ് തള്ള വൈബ്. അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് പത്ത വലിയ പാർട്ടിങ് ഒന്നും ഇഷ്ടമല്ല. കുറച്ചൊക്കെ വീട്ടിൽ ഇരിക്കാനൊക്കെ ഇഷ്ടമാണ്. നിനക്കാണ് തള്ള വൈബ്, എനിക്കില്ല. ഇഷ്ടോ അമ്മീ? എന്റെ കാർ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഹാർലം? താനിവിടെ നെതർലൻഡ്സിലുണ്ടായിട്ട് വിഷ്ണു ജനിച്ചതേ തന്ത വൈബിലാട്ടോ. കാരണം ഒരു പ്രാരാബ്ദം ഇല്ലാത്ത കാലത്ത് വരെ വിഷ്ണു കിങ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വരില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് വിഷ്ണു കുറച്ചും കൂടെ അല്ലേ. ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് പറയായിരുന്നു കഴിഞ്ഞ ദിവസം, ഇപ്പൊ ആംസ്റ്റർഡാമിൽ നൈറ്റ് ഔട്ടിനൊക്കെ പോലെ പൊതുവെ ഞാനും നമ്മളെല്ലാരും കൂടെ പോകും. വിഷ്ണുവിന് അപ്പോഴും താല്പര്യമുണ്ട്, വിഷ്ണു വരില്ല. പക്ഷെ ഇപ്പോഴാണ് കുറെ കാലത്തിന് ശേഷം കഴിഞ്ഞ 2 മാസത്തിൽ 3 തവണ വിഷ്ണു നൈറ്റ് ഔട്ടിന് പോയിട്ടുണ്ട്. ദീപക്ക് വന്ന സമയത്ത് ഒരു തവണ പോയി, വാലന്റൈൻസ് ഡേക്ക് നമ്മളെല്ലാരും കൂടെ പോയി, പിന്നെ ഇന്നലെയും അല്ലേ. വിഷ്ണുവിന് പ്രിഫറൻസ് വീട്ടിലിരിക്കാനാണ്. കടിച്ചിരിക്കുക. നഖം കടിച്ചു കഴിഞ്ഞാൽ കയ്യിലെന്ത് പറ്റുന്ന അറിയോ? നഖം കടിച്ച് വിഷ്ണുവിന്റെ കൈ ഏതാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അറിയോ? അങ്ങനത്തെ വലിയ വലിയ കഥകളൊക്കെ ഉണ്ട്. ശക്തിമാനെ പോലെ നഖം കടിക്കുമ്പോൾ അതിൽ നിന്നുള്ള കീടാണു. അതൊക്കെ ഞാൻ വിട്ടു. അതൊക്കെ നഖം കടിക്കരുതെന്ന് പറഞ്ഞു എനിക്ക് മടുത്തു. ഇവിടത്തെ ഒരു സാധനം ഇങ്ങനെ നീര് വെച്ച് അവസാനം ഡോക്ടർ വന്നത് കീറി എടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇരിക്കും. എങ്ങനെയുണ്ടായിരുന്നു ഹാർലം കിങ്സ് ഡേ? പറഞ്ഞോ മാലയിട്ടായിരിക്കണേ. മാലട്ടായിരിക്കണം. ജലദോഷം സ്റ്റാർട്ട് ചെയ്തോ? ഡൽഹിയിലെത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ മൊത്തം നമ്മളതിലൊന്നാണല്ലോ. നമ്മളെ ഇത് ബെറ്ററായോ? ഇതിന് പീരിയഡ്സ് പെയിൻ. ഞങ്ങൾ കുറച്ച് ട്രെൻഡിങ് പീപ്പിൾ യുനോ തന്താസ് ആൻഡ് തല്ലാസ് വൈബ് വെൻ ഫോർ കിങ്സ് ഡേ പാർട്ടിയിങ്. ഇവിടെ കിരീടം കണ്ടോ? യുവരാജാവിന്റെ കിരീടം. യുഷി ഇന്നലെ കുറച്ചധികം ആൾക്കാരെ കണ്ടപ്പോ ഗീതുനെ മൈൻഡ് ചെയ്തില്ലല്ലോ. നമ്മൾ പുതിയ ആൾക്കാരെ കണ്ടാ പുതിയ ആൾക്കാരെ ഇംപ്രസ് ചെയ്യും. പഴയ ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. പിന്നെ അതങ്ങനെ എനിക്കും തോന്നാറുണ്ട് ഇടയ്ക്ക്. ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് നല്ലൊരു ഉറക്കം കഴിഞ്ഞു. ആർക്കും രാത്രി കുക്ക് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്തത് പ്രതുവും വിഷ്ണുവും കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതൊരു ലോങ് വീക്കെൻഡ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ശനി ഞായറും തിങ്കളാഴ്ചയാണല്ലോ കിങ്സ് ഡേ വന്നത്. അപ്പോൾ കുത്തഴിഞ്ഞ് ജീവിതമായിരുന്നു ഈ 3 ദിവസം. ഒരു റുട്ടീനും ഒന്നും ഉണ്ടായിരുന്നില്ല. കിട്ടുന്ന ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കുറേ വർത്താനം സിനിമയും ഒക്കെ ആയിട്ട് കഴിഞ്ഞ 3 ദിവസം ഏകദേശം പോയിട്ടുണ്ട്. കുത്തഴിഞ്ഞ ജീവിതത്തെ പറ്റി പറഞ്ഞപ്പോൾ 4 ആഴ്ചയായി ഞാൻ ജിമ്മിൽ പോയിട്ട്. 1 മാസം ആണോ? റീസ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ ഫുള്ള് അസുഖങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. വന്നിട്ട് ഈ ഒരു സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞ് ഒരുപാട് അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോകാൻ. അപ്പോൾ അവർ വാങ്ങിക്കാൻ പോയ ഗ്യാപ്പിൽ UV ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ മോള് പോയിട്ടൊന്ന് കുളിച്ചിട്ട് ഗീതുവിൻ്റെ വെള്ളവും ഗീതുവിൻ്റെ ടവലും ഗീതുവിൻ്റെ ഷോർട്ട്സും ഇന്നലെ രാത്രി ഞാൻ കിടന്നിറങ്ങിയത് ഷെറീറിൻ്റെ ഷോർട്ട്സിലും ട്രൗസറിലും. കാരണം ഇന്നലെ ഷെറീറിൻ്റെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് അവിടെ മറ്റേ രാത്രി അപ്പോൾ ഷെറീറിൻ്റെ ബാർസലോണിൻ്റെ ജേഴ്സിയിലും ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നല്ല പണിയായിരുന്നു കേട്ടോ. കാരണം അധികം റെസ്റ്റോറൻറ്റ്സും ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ബാക്കിയൊന്നും റിസർവേഷൻ ഉണ്ടായിരുന്നില്ല. എങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 7 കൊല്ലം മുന്നേ ഉള്ള നമ്മുടെ കിങ്സ് ഡേ വ്ളോഗ് ഓർത്തും കൊണ്ട് ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി.